പുതിയ ആൻഡ്രോയിഡ് 16 പതിപ്പിൽ മോഷണം തടയുന്ന ഫീച്ചറുമായി ഗൂഗിൾ എത്തുന്നു. ഉടമയുടെ അനുമതിയില്ലാതെ ഫോൺ റീസെറ്റ് ചെയ്താൽ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഇതിലുള്ളത്. വർദ്ധിച്ചുവരുന്ന മൊബൈൽ ഫോൺ മോഷണങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള ഗൂഗിളിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഈ വർഷം അവസാനത്തോടെ ആൻഡ്രോയിഡ് 16 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊപ്പം ഈ ഫീച്ചർ പുറത്തിറങ്ങും. പുതിയ ഫീച്ചറായ ഫാക്ടറി റീസെറ്റ് പ്രൊട്ടക്ഷൻ (FRP) മോഷണം പോയ ഫോണുകൾ ഉപയോഗശൂന്യമാക്കാൻ സഹായിക്കും. ദി ആൻഡ്രോയിഡ് ഷോ I/O എഡിഷൻ എന്ന പരിപാടിയിലാണ് ഈ ഫീച്ചറിനെക്കുറിച്ച് ഗൂഗിൾ ആദ്യമായി വെളിപ്പെടുത്തിയത്. ആൻഡ്രോയിഡ് 15-ൽ ഗൂഗിൾ FRPയിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി അടുത്ത ആൻഡ്രോയിഡ് അപ്ഡേറ്റിൽ ഇത് കൂടുതൽ ശക്തമാക്കും. ഉപയോക്താവ് ഉപകരണം പുനഃസജ്ജമാക്കി പഴയ ലോക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വിവരങ്ങൾ നൽകുന്നത് വരെ ഫോണിലെ എല്ലാ പ്രവർത്തനങ്ങളും തടയുന്നതാണ് പുതിയ ഫീച്ചർ. നിലവിൽ മോഷ്ടിച്ച ഫോണുകൾ വിളിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഈ സ്ഥിതിക്ക് മാറ്റം വരും. ഇത് കൂടുതൽ സുരക്ഷ നൽകുന്ന ഒന്നായിരിക്കും. ഗൂഗിളിന്റെ പദ്ധതികളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു സ്ക്രീൻഷോട്ട് ആൻഡ്രോയിഡ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഫാക്ടറി റീസെറ്റ് മുന്നറിയിപ്പ് ഫോണിന്റെ സ്ക്രീനിൽ മിന്നിമറയുന്നത് ഈ സ്ക്രീൻഷോട്ടിൽ കാണാം. ഇത് ഉപയോക്താക്കളെ ആൻഡ്രോയിഡ് 16 ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ ഫീച്ചർ വരുന്നതോടെ മോഷ്ടിക്കപ്പെട്ട ഉപകരണത്തിൽ ആൻഡ്രോയിഡ് 16 ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോക്താക്കൾ നിർബന്ധിതരാകും. സെറ്റപ്പ് വിസാർഡ് ഒഴിവാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ പോലും ഇത് തടയും. അതിനാൽ മോഷണം പോയ ഫോണുകൾ ഉപയോഗശൂന്യമാക്കുന്നതിലൂടെ മോഷണത്തിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗൂഗിൾ കണക്കുകൂട്ടുന്നത്. ഈ വർഷം ജൂണിൽ ആൻഡ്രോയിഡ് 16ന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ തന്നെ FRP മെച്ചപ്പെടുത്തൽ ഉണ്ടാകണമെന്നില്ല. ഈ ഫീച്ചർ ഈ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പുതിയ ഫീച്ചറുകളെക്കുറിച്ച് ഗൂഗിൾ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.